ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ആഴമേറിയ അനുതാപത്തോടും സമർപ്പണ ഹൃദയത്തോടും കൂടി നാം ഇന്ന് കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ആയിരിക്കുകയാണ്. ക്രൂശിൻ്റെ ധ്യാനങ്ങൾ ക്രിസ്തുവും ഞാനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായമാണല്ലോ. കർത്താവ് അനുഭവിച്ച വിചാരണകളുടെയും ക്രൂശീകരണത്തിൻ്റെയും ഹൃദയഭേദകമായ വിവരണങ്ങളാണ് ഈ അധ്യായത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഇന്നിൻ്റെ സമകാലീന അനുഭവങ്ങളിൽ ക്രിസ്തുവിൻ്റെ കുരിശ് നമ്മളോട് സമ്മതിക്കുന്നതായ ചില സത്യങ്ങളുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ നടന്നതായ ഒരു സംഭവം വിവരിച്ചു കൊള്ളട്ടെ. നിരീശ്വരവാദിയും യുക്തിവാദിയും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിട്ടുള്ള ഒരാൾ തൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് ഒരു ക്രൈസ്തവ സഭ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിലെത്തി. പ്രസവ സംബന്ധമായ ശുശ്രൂഷകൾക്കും മറ്റുമായി അവിടെ ഒരു മുറി അദ്ദേഹം ഏർപ്പാട് ചെയ്തു. ആ മുറിയിൽ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. ആ ക്രൂശിത രൂപം കാരണം മറ്റൊരു മുറി ക്രമീകരിക്കുവാനായിട്ട് അയാൾ ആ ആശുപത്രി അധികൃതരോട് പറയുകയുണ്ടായി. എന്നാൽ എല്ലാ മുറിയിലും ഈ ക്രൂശിത രൂപം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ കിടക്കുന്ന മുറിയിൽ നിന്ന് ആ ക്രൂശിത രൂപം മാറ്റണമെന്ന് അയാൾ നിർബന്ധപൂർവം ആ നിരീശ്വരവാദി ആവശ്യപ്പെടുകയാണ്. പിറന്നു വീഴുന്ന തൻ്റെ കുഞ്ഞ് ആ ക്രൂശിത രൂപം കാണരുത് എന്ന് അയാൾ ആശുപത്രി അധികൃതരോട് പറയുകയുണ്ടായി. അയാളുടെ ഭാര്യ പ്രസവിച്ചു. അദ്ദേഹം കാണാൻ വന്നു. കുഞ്ഞ് എങ്ങനെയുണ്ട് എന്ന് അയാൾ ആ അധികൃതരോട് ചോദിച്ചപ്പോൾ അന്നവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഏതായാലും അവൻ ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം ഇനി കാണുകയില്ല എന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ പറയുകയുണ്ടായി. അത് തന്നെയാണ് എനിക്കിഷ്ടമെന്ന നിരീശ്വരവാദി വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. പക്ഷേ ഒരു കാര്യം ആ നേഴ്സ് കൂട്ടിച്ചേർത്തു, താങ്കളുടെ കുട്ടി കാഴ്ചയില്ലാതെയാണ് ജനിച്ചത്. യേശുവിൻ്റെ ചിത്രമല്ല, ലോകത്തിലെ ഒന്നും തന്നെ ആ കുട്ടി കാണുകയില്ല എന്ന് ആ നഴ്സ് അദ്ദേഹത്തോട് പറയുകയാണ്. കുരിശ് ഒരു ന്യൂനചിഹ്നമല്ല, കുരിശൊരു അധിക ചിഹ്നമാണ്. കുരിശൊരു പരാജയത്തിൻ്റെ ചിഹ്നമല്ല, അതൊരു വിജയത്തിൻ്റെ ചിഹ്നമാണ്. കുരിശിൻ്റെ അനുഭവം ആഴവും പരപ്പുമുള്ളതാണ്. കുരിശ് നമ്മുടെ സമകാലീന അനുഭവങ്ങളോട് ചില കാര്യങ്ങൾ സംവദിക്കുന്നുണ്ട്. ഒന്നാമതായി, ക്രൂശ് എന്ന് പറയുന്നത് തിന്മയുടെ പോരാട്ടങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു ഇടമാണ്. ക്രോസ്, ദ സ്പേസ് വെയർ ഈവിൾ ഡിഫീറ്റഡ്, വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൾ. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ മരണകരമായ എല്ലാ പ്രവർത്തനങ്ങളെയും തകർക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ ധ്യാനിക്കുവാനായിട്ട് കഴിയും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിന്റെ തല തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ ആ വലിയ ദൈവീക വാഗ്ദത്തം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശില പരമയാഗത്തിലൂടെ സാധ്യമാവുകയാണ്. തിന്മയെ തോൽപ്പിക്കുവാൻ ഒരു കുറുക്കു വഴികൾക്കും സാധ്യമല്ല എന്ന്, എന്നാൽ തിന്മയെ തോൽപ്പിക്കുവാൻ ക്രൂശിൻ്റെ വഴികൾക്ക് മാത്രമേ സാധ്യമായി തീരൂ എന്ന് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സാമൂഹ്യ തിന്മകളും അടിച്ചമർത്തൽ സംസ്കാരങ്ങളും അരങ്ങുവാഴുന്ന ഇന്നത്തെ സാമൂഹിക ക്രമങ്ങളിൽ കുരിശിൻ്റെ വഴികൾ ഒരു ബദൽ മാതൃകയും ഒരു പരിഹാര മാർഗവുമാകുവാൻ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി, ക്രൂശ് സ്വയം വിലയിരുത്തലിൻ്റെ ഇടമാണ്. ഒരു സ്വയം വിലയിരുത്തലിൻ്റെ ഇടമാണ് ക്രൂശിൻ്റെ ഇടം. ക്രോസ്, ദ സ്പേസ് ഫോർ സെൽഫ് അസസ്മെന്റ്.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 30 വിവരിച്ചിരിക്കുന്നത് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞാണ്. കർത്താവ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അനുഗ്രഹകരമായ ഒരു ദൗത്യ നിർവഹണത്തിൻ്റെയും നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെയും ഒരു ഭാഷയാണിത്. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളും നിർവിഘ്നം പൂർത്തിയാക്കി എന്ന് കർത്താവിൻ്റെ അവകാശ പ്രഖ്യാപനം കൂടിയാണിത്. എല്ലാം നിവൃത്തിയായി. നിയോഗ വഴികളിൽ അലസരാകാതെ, നിയോഗ വഴികളിൽ ഉദാസീനരാകാതെ ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനം നമുക്കിവിടെ കാണുന്നുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. കർമ്മ വഴികളിൽ നാം എത്രത്തോളം കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്രൂശ് നമ്മെ വെല്ലുവിളിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന പരമകാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ക്രൂശിൻ ചുവട്ടിൽ അല്പസമയം ധ്യാനാത്മകമായിരിക്കുവാൻ ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങളുടെ ചുറ്റുപാടിനെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിന്മയുടെ ഇടങ്ങളിൽ ക്രൂശിൻ്റെ പാത ഒരു ബദൽ മാർഗമായി ഉപയോഗിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഒന്ന് വിലയിരുത്തപ്പെടുന്നതായ അനുഭവം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിലുള്ള യാചന കേൾക്കണം പരമപിതാവേ. ആമേൻ.